കുമ്പള ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് പേരാലിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫസലുർ റഹ്മാനാണ് നമ്മുടെ കൂടെയുള്ളത്. ഫസലുർ റഹ്മാൻ, എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ വിജയ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. ഞാൻ 2-3 വർഷത്തോളമായി ഈ വാർഡിൽ പൊതുപ്രവർത്തനം നടത്തുകയാണ്. ഞാൻ രാഷ്ട്രീയം നോക്കാതെ എല്ലാ ആളുകൾക്കും നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണവും ചെയ്തു കൊടുക്കാറുണ്ട്. ആ ഒരു പ്രതീക്ഷയുണ്ട്. ഫീൽഡിന് പോകുമ്പോഴൊക്കെ എല്ലാ വീട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രതീക്ഷ നല്ലൊരു ശുഭപ്രതീക്ഷയാണ്. ഈ പേരാൽ വാർഡ് ഇപ്പോൾ വിഭജിച്ചിട്ട് കുറച്ചുകൂടി പിന്നെ മാറിയല്ലോ. ഈ പേരാൽ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി താങ്കൾ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആദ്യമായി ചെയ്യാനുള്ളത് പിന്നെ ഇവിടെ ഒരു 10-15ഓളം വീടുകളിൽ മഴക്കാല സമയത്ത് വെള്ളം കയറി അവിടെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അത് തീർച്ചയായും ആദ്യമായി പരിഹരിക്കേണ്ട കാര്യമാണ്. അത് എന്തു തന്നെ ആയാലും അത് ആദ്യമായി പരിഹരിക്കും. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ റോഡില്ല. മൈമൂൻ നഗർ പോലത്തെ പിന്നെ വീടുകൾ കൂടുതലുള്ള സ്ഥലത്ത് റോഡുകളില്ലാത്തതിനാൽ അത് ചെയ്തു കൊടുക്കണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന വീടും സ്ഥലവുമില്ലാത്ത 40ഓളം കുടുംബങ്ങളുണ്ട്. അതിൽ ഒരു 30ഓളം കുടുംബങ്ങൾക്ക് ഞാൻ ഗവൺമെൻറ് സ്ഥലം കണ്ടെത്തിയിട്ട് അവർ സ്ഥലത്തിന് അതിർത്തി കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും പണി പൂർത്തിയാക്കി അവർക്ക് അവിടെ വീട് വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. പിന്നെ പേരാൽ വാർഡിൽ കുടിവെള്ള പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നില്ല. അതിന് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. കുടിവെള്ളം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും കൂടിയുണ്ട്. അത് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുകൂടി ഈ വാർഡിൽ ചെയ്തു കൊടുക്കേണ്ടത് അത് തീർച്ചയായും ചെയ്യും. ഇവിടെ കടുത്ത കാണുന്നിടത്തേക്ക് മത്സരങ്ങളൊന്നുമില്ല. പിന്നെ മുമ്പത്തെ പിന്നെ വാർഡൊക്കെ മുറിഞ്ഞതിന് ശേഷം മുമ്പത്തേനേക്കാൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 300ൻ്റെ അടുത്താണ് ലീഡിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. അതിനേക്കാളും മെച്ചപ്പെട്ടൊരു ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പേരാൽ സ്കൂൾ നിങ്ങളുടെ വാർഡിൽപ്പെട്ട് തന്നെ ഈ പേരാൽ LP സ്കൂൾ ഒരുപാട് പഴക്കം ചെന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്കൂളാണ് പേരാൽ LP സ്കൂൾ. ഈ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് UP ആക്കാനുള്ള ഒരു വല്ല നടപടികളും താങ്കളുടെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. അതായത് പിന്നെ കിലോമീറ്ററോളം 4ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ നടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. മഴക്കാലത്തൊക്കെ റോഡിലൂടെ നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. തീർച്ചയായും നമ്മൾ കഴിവിൻ്റെ പരമാവധി മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കൊക്കെ നിവേദനം നൽകി പിന്നെ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ മറുപടി ഇപ്പോൾ തൽക്കാലം ഒരു സ്കൂളിനും പിന്നെ UP ആയി ഉയർത്താനുള്ള ഇതില്ല, സാമ്പത്തികമായി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് പറ്റുന്നില്ല എന്നാണ്. തീർച്ചയായും അത് ഇനിയും അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒരു ആരോഗ്യരംഗത്ത് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ അങ്ങനെയുള്ള ഏതെങ്കിലും ഉദ്ദേശമുണ്ടോ? അങ്ങനെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. പേരാലിൽ പിന്നെ ഹെൽത്ത് സെൻ്റർ ഉണ്ട് നിലവിൽ. അതിപ്പോൾ അടുത്തിട്ട് നമ്മൾ ഇടപെട്ടിട്ടാണ് ഒരു 7 ലക്ഷം റുപ്യ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വന്നിട്ട് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടുണ്ട്. അവസാനമായ ഒരു ചോദ്യം, ഇപ്രാവശ്യവും കുമ്പള പഞ്ചായത്ത് UDF തന്നെ ഭരിക്കുമെന്നാണോ താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും UDF ഭരിക്കും. മാക്സിമം ഒരു 16 സീറ്റോളം UDFന് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഫസൽ റഹ്മാൻ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.